ബ്രഹ്മമായി ഗുരുവായൂർ വാഴുന്നു. ആനന്ദ ചിന്മയനെ നിത്യനീരാമയനെ ആദിനാഥ ബ്രഹ്മമായി ഗുരുവായൂർ വാഴുന്നു. ആനന്ദ ചിന്മയനെ നിത്യനീരാമയനെ പ്രിയദാസനാം ചെമ്പൈ സ്വാമി തൻ തൃക്കാലടികളിൽ നമിപ്പൂജ തൃച്ചേവടികളിൽ നമിപ്പൂജ പ്രിയദാസനാം ചെമ്പൈ സ്വാമി തൻ തൃക്കാലടികളിൽ നമിപ്പൂജ തൃച്ചേവടികളിൽ നമിപ്പൂജ. ആദിനാഥ ബ്രഹ്മമായി ഗുരുവായൂർ വാഴുന്നു. ആനന്ദ ചിന്മയനെ നിത്യനീരാമയനെ സപ്തസ്വരരാഗ സംഗമതീർത്ഥത്തിൽ നിത്യവും നീരാടിയ ഗുരുനാഥ. സപ്തസ്വരരാഗ സംഗമതീർത്ഥത്തിൽ നിത്യവും നീരാടിയ ഗുരുനാഥ. ദശ ദശ ദപമ പദ പദ പമ ഗരി ഗരി ഗമ പദ സാ. ദശ ദശ ദപമ പദ പദ പമ ഗരി ഗരി ഗമ പദ സാ. ഗരി സരി ദസരി സദാ സദപ സരി മ പദ സാ. ദശ ദശ ദപമ പദ പദ പമ ഗരി ഗരി ഗമ പദ സാ. ഗരി സരി ദസരി സദാ സദപ സരി മ പദ സാ. നാൾതോറും കണ്ണനെ ഭജിച്ചു നമിപ്പൂമി നാഥോപാസകയെ അനുഗ്രഹിച്ചു. ഈ നാഥോപാസകനെ അനുഗ്രഹിച്ചു. നാൾതോറും കണ്ണനെ ഭജിച്ചു നമിപ്പൂമി നാഥോപാസകയെ അനുഗ്രഹിച്ചു. ഈ നാഥോപാസകനെ അനുഗ്രഹിച്ചു. ആദിനാഥ ബ്രഹ്മമായി ഗുരുവായൂർ വാഴുന്നു. ആനന്ദ ചിന്മയനെ നിത്യനീരാമയനെ അറിയുന്നു ഞാൻ ഗുരോ അറിയുന്നു ഇന്നെങ്ങും അശരീരിയാലേ നിറഞ്ഞു നിൽക്കൂ. അറിയുന്നു ഞാൻ ഗുരോ അറിയുന്നു ഇന്നെങ്ങും അശരീരിയാലേ നിറഞ്ഞു നിൽക്കൂ. ദശ ദശ ദപമ പദ പദ പമ ഗരി ഗരി ഗമ പദ സാ. ദശ ദശ ദപമ പദ പദ പമ ഗരി ഗരി ഗമ പദ സാ. ഗരി സരി ദസരി സദാ സദപ സരി മ പദ സാ. ദശ ദശ ദപമ പദ പദ പമ ഗരി ഗരി ഗമ പദ സാ. ഗരി സരി ദസരി സദാ സദപ സരി മ പദ സാ. നാവിടുത്തെ വാത്സല്യം നുകർന്നവരേവരും ആനിത്യ സ്മരണയിൽ അലിഞ്ഞു നിൽപ്പൂ. ഇന്നും ആനിത്യ സ്മരണയിൽ അലിഞ്ഞു നിൽപ്പൂ. അവിടുത്തെ വാത്സല്യം നുകർന്നവരേവരും ആനിത്യ സ്മരണയിൽ അലിഞ്ഞു നിൽപ്പൂ. ഇന്നും ആനിത്യ സ്മരണയിൽ അലിഞ്ഞു നിൽപ്പൂ. ആദിനാഥ ബ്രഹ്മമായി ഗുരുവായൂർ വാഴുന്നു.
ആനന്ദ ചിന്മയനേ നിത്യ നീരാമയനേ പ്രിയദാസനാം ചെമ്പൈ സ്വാമി തൻ തൃക്കാലടികളിൽ നമിപ്പൂ ഞാൻ തൃച്ചേവടികളിൽ നമിപ്പൂ ഞാൻ ആദിനാഥ ബ്രഹ്മമായുരുവായൂരുന്നു ആനന്ദ ചിന്മയനേ നിത്യ നീരാമയനേ നിത്യ നീരാമയനേ നിത്യ നീരാമയനേ. ടീച്ചറെ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഈ ചാനൽ നാട്ടിലെ താരങ്ങൾ എന്ന ഈ ചാനലിൽ എന്ന് പറഞ്ഞാൽ ഈ കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ്. കണ്ടിട്ടുണ്ടാവല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും ഇന്ന് ടീച്ചറും ഈ കുട്ടികളാണ് ഇന്നത്തെ നാട്ടിലെ താരങ്ങളായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ടീച്ചറുടെ സ്ഥലം കറക്റ്റ് ഒന്ന് പറയൂ. മുണ്ടാരപ്പിള്ളി അല്ല നെടുപുഴയാണ്. നെടുപുഴ തൃശ്ശൂർ ജില്ലയില് നെടുപുഴ മുണ്ടാരപ്പിള്ളി മനയിലെ സംഗീത വിദ്യാലയം. സംഗീത വിദ്യാലയം അല്ലേ? ഏകദേശം എത്രത്തോളം കുട്ടികളുണ്ട് ഇവിടെ പഠിക്കുന്നത്? 45-50 അടുത്ത് കുട്ടികളുണ്ട്. ഇവിടെ തന്നെയാണ് പഠിക്കുന്നത് അല്ലേ? ടീച്ചർ വേറെ എവിടെയെങ്കിലും പോയി ഇല്ല, ഞാൻ സ്കൂളിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം ചൂണ്ടല് സ്കൂളിലായിരുന്നു, ഡീപ്പോൾ എന്ന് പറഞ്ഞ സ്കൂളില്. ഇപ്പൊ ഞാൻ കണിമംഗലത്ത് സെന്റ് തെരേസാസ് എന്ന് പറഞ്ഞ LP സ്കൂളില് മ്യൂസിക് അധ്യാപികയായിട്ട്. എത്ര വർഷമായിട്ടുണ്ട് ഈ അധ്യാപക? ഞാന് 10-27 കൊല്ലായി. അതെ, ശരി. ഇപ്പോ കൂടുതൽ ലേഡീസ് അതിൽ കാണുന്നത്? ലേഡീസ് മാത്രമേ ഉള്ളൂ? പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ? അല്ല, ബോയ്സ് ഉണ്ട്. ബോയ്സ് ഉണ്ട് അല്ലേ? ശരി. ടീച്ചറുടെ ഫാമിലി ഒന്ന് പറയൂ. ആരൊക്കെ വീട്ടില്? ഇവിടെ എനിക്കൊരു മോനും ഹസ്ബൻഡ് ദേവസ്വം ബോർഡ് അമ്പലത്തിലാണ്. മോൻ BBA കഴിഞ്ഞു, MBAക്ക് പോവാൻ. അതെ, ശരി. ഈ ഇതില് മ്യൂസിക്കിലൊന്നും? മ്യൂസിക് അവൻ പാട്ട് പാടും. ഇത് ഞാൻ ട്യൂൺ ചെയ്ത പാട്ട് തന്നെയാണ്. അതെ, ടീച്ചർ ട്യൂൺ ചെയ്ത പാട്ടാണ്. ഇത് ഇറങ്ങി കാസറ്റിലൂടെ ഇറങ്ങി അതോ ഇതിൽ മാത്രം? അതിന് ഞാൻ അവിടെ ചൂണ്ടലാവണ സമയത്ത് ചോവല്ലൂർ കൃഷ്ണൻകുട്ടി സാറ് പാട്ട് എഴുതി തരും. അപ്പൊ സാറ് പറഞ്ഞിട്ട് ട്യൂൺ ചെയ്തതാ. അതെ, നന്നായിട്ട് കേട്ടോ, എല്ലാം അടിപൊളിയായി. അപ്പൊ എത്രയോ വർഷത്തെ ഒരു പാട്ടാണല്ലോ? ഇത് നമ്മളെ അരങ്ങേറ്റത്തിന് അവിടെ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ പാടുമല്ലോ എല്ലാവരും. അതെ. കൂടാതെ വേറെ പാട്ടുകളൊക്കെ എഴുതാറുണ്ടോ? പാട്ട് ഞാൻ അങ്ങനെ എന്റെ അമ്മാമൻ എഴുതി തരാറുണ്ട്. അമ്മാമൻ അക്കിത്താം കവിയാണ്. നമ്മുടെ മഹാകവി തന്നെ. അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ വായിക്കാറുണ്ടല്ലേ? അദ്ദേഹത്തിന്റെ കവിതകളും അവിടെ കവിതയ്ക്കൊക്കെ മത്സരത്തിന് കൊണ്ടുപോകാൻ പഠിപ്പിക്കും. അപ്പൊ ടീച്ചറെ സന്തോഷം.